നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബഹ്റൈനിൽ ശനിയാഴ്ച 109 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 117 പേർ കൂടി ഇന്നലെ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 50 പേർ പ്രവാസി തൊഴിലാളികളാണ്. 2,72,916 പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 2,70,576 പേർ രോഗമുക്തി നേടി. 982 കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. UAEയിൽ 984 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1475 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. പുതുതായി നടത്തിയ 3,35,439 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,22,292 പേർക്ക് UAEയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,11,134 പേർ രോഗമുക്തരാവുകയും 2,045 പേർ മരണപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യയിൽ പുതുതായി 138 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ രോഗബാധിതരായ നിരീക്ഷണത്തിലുള്ളവരിൽ 211 പേർ സുഖം പ്രാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 പേർ കൂടി മരിച്ചു. രാജ്യത്ത് ഇന്ന് 48,141 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,45,123 ആയി. ഇതിൽ 5,33,843 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 8,572 ആയി. UAEയിൽ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചു. രാജ്യത്ത് ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. വിവിധ സ്ഥലങ്ങളിലെ മഴയുടെ ദൃശ്യങ്ങൾ സ്വദേശികളും പ്രവാസികളും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു. ശക്തമായ പൊടിക്കാറ്റ് മൂലം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 7 മണി വരെ ദൂരക്കാഴ്ച ബുദ്ധിമുട്ട് നേരിടുമെന്നും അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് ചതിയിൽപ്പെടരുതെന്ന് എയർ ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ കുവൈറ്റ് റൂട്ടിൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ബുക്കിംഗ് ആരംഭിക്കുന്നതിന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെയും വ്യോമയാന ഡയറക്ടറേറ്റിന്റെയും അനുമതി കാത്തിരിക്കുകയാണ്. അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസിന് അനുമതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മടങ്ങിവരുന്ന പ്രവാസികൾക്ക് താങ്ങാനാവാത്ത വിധം വിമാനയാത്രാ നിരക്ക് ഉയർന്നത് ഒഴിവാക്കണമെന്ന് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം മാസങ്ങളായി ജോലിയും വരുമാനവുമില്ലാതെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്ക് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിനും പരിസ്ഥിതി പരിപാലനത്തിനും പ്രാധാന്യം നൽകി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഗ്രീൻ മസ്ജിദ് ദുബായിലെ ഹത്തയിൽ തുറന്നു. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ലീൻ എനർജി വഴി ഇലക്ട്രിക് വാഹനങ്ങൾ റീചാർജ് ചെയ്യുന്നതിനുൾപ്പെടെ മികച്ച സംവിധാനങ്ങളുമായി പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും ക്ലീൻ എനർജി രംഗത്തുമുള്ള മികവിന്റെ അടിസ്ഥാനത്തിൽ US ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ എനർജി ആൻഡ് എൻവയോൺമെന്റ് ഡിസൈനർ പ്ലാറ്റിനം റേറ്റിംഗ് ലഭിച്ച ലോകത്തെ ആദ്യ പള്ളി എന്ന സവിശേഷതയും ഇതിനുണ്ട്. 83 പോയിന്റുകൾ നേടിയാണ് പള്ളി കെട്ടിടം അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച നേട്ടത്തിന് അർഹമായത്. കുവൈറ്റിൽ കോവിഡ് വാക്സിൻ 1 ഡോസ് മാത്രം കുത്തിവെച്ച കുട്ടികൾക്കും അധ്യാപകർക്കും സ്കൂളിൽ പ്രവേശിക്കാമെന്ന് തീരുമാനം. പുതിയ അധ്യയന വർഷം അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് ഈ ഇളവ്. 2 ഡോസ് സ്വീകരിച്ചവർക്ക് മാത്രം പ്രവേശനാനുമതി എന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ ആദ്യ ഡോസ് എടുത്ത പലർക്കും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 2ാം ഡോസ് എടുക്കാൻ സമയപരിധി ലഭിക്കില്ലെന്ന സാഹചര്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം. സൗദി കോസ്വേ വഴി ബഹ്റൈനിലേക്ക് എത്തുന്ന ചരക്ക് വാഹനങ്ങളുടെ കസ്റ്റംസ് ക്ലിയറൻസ് സമയം കുറയ്ക്കാൻ സാധിച്ചതായി കസ്റ്റംസ് വിഭാഗം തലവൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കി. മുൻ വർഷങ്ങളിൽ 757 മിനിറ്റ് വരെ ഒരു വാഹനത്തിന്റെ ക്ലിയറൻസിന് വേണ്ടിയിരുന്നു. എന്നാൽ ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ ഇത് 52 മിനിറ്റായി കുറയ്ക്കാൻ സാധിച്ചു. കുവൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുന്ന കുവൈറ്റ് ഏവിയേഷൻ അധികൃതർ യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കാലാവധിയുള്ള വിസയുള്ളവരും വാക്സിൻ എടുത്തവരുമായ യാത്രക്കാർക്കാണ് പ്രവേശനം അനുവദിക്കുക. വാക്സിൻ എടുത്ത രക്ഷിതാക്കൾക്കൊപ്പം വരുന്ന 16-ന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനാനുമതി ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.